ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 40 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. യേശു നിന്നു അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്ക വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്ക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വചനം ഇതാണ്. എല്ലാവരും ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വചനമാണ്. അവിടെ വചനം ഇങ്ങനെ പറയുന്നു: യേശു നിന്നു അവനെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു. യേശു കർത്താവ് എന്ത് ചെയ്തു? നിന്നു അവനെ അടുക്കലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്തു? ഇന്ന് പകലത്തെ മെസ്സേജ് ഇതാണ്: പ്രാർത്ഥിക്കുന്നവനെ അവന്റെ വിഷയത്തെ ദൈവം എടുക്കും. ദൈവം എന്ത് ചെയ്യും? ഏറ്റെടുക്കും. നമ്മൾ ഈ വചനം പരിശോധിക്കുമ്പോൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ സുവിശേഷം എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷത്തെ അറിയുന്നത്. എന്തിന്റെ സുവിശേഷമാണ്? പ്രാർത്ഥനയുടെ സുവിശേഷം എന്നാണ് നമ്മൾ അറിയുന്നത്. എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത്, എന്തുകൊണ്ട് നാം പ്രാർത്ഥിക്കണം എന്നിങ്ങനെയൊക്കെ ഈ വചനത്തിന്റെ അകത്ത്, സുവിശേഷത്തിന്റെ അകത്ത് 1 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതായത് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്താണ് പ്രാർത്ഥന? യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സർവശക്തനായ ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, ബന്ധപ്പെടുകയാണ്. ലോകത്തിലെ മനുഷ്യനും അവന്റെ വിഷയങ്ങൾ കൊണ്ടുവരാറുണ്ട് ദൈവത്തിന്റെ അടുത്ത്. പക്ഷെ വീണ്ടെടുക്കപ്പെട്ട നമ്മെ പോലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ അവരൊരു ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുവരുന്നു. നമ്മൾ കൊണ്ടുവരുന്നതിന് വ്യത്യാസമുണ്ട്. സ്വർഗത്തിലെ പിതാവിന്റെ അടുത്തേക്ക് വിഷയത്തെ കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ലോകത്തിലെ മനുഷ്യനും വിഷയങ്ങളുണ്ട്. അപ്പം ലോകത്തിലും മനുഷ്യൻ എന്താണ്? ഹല്ലേലൂയ, വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരും. പക്ഷേ നമ്മൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കൾ എന്ന അവകാശത്തോടെ സ്വർഗത്തിലെ അപ്പന്റെ അടുത്തേക്കാണ് വിഷയത്തെ കൊണ്ടുവരുന്നത്. ആമേ. മക്കൾ എന്ന അവകാശത്തോടെ സ്വർഗത്തിന്റെ അപ്പന്റെ അടുത്തേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതാണ് പുതിയ നിയമത്തിൽ ദൈവപൈതലിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ മറ്റൊരു വ്യക്തിയെ പോലെ വിഷയം ഒരു ആടെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് മാത്രമല്ല, ഒരു കുഞ്ഞ് ഈ ഭൂമിയിലെ അപ്പനോട് കാര്യം പറയുന്ന പോലെ സ്വർഗത്തിലെ അപ്പനോട് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ ദൂതങ്ങൾ വായിച്ചു അതിലേക്ക് വരും. ഒരുത്തൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നിന്നു, എന്നിട്ട് പറഞ്ഞു, അവനെ ഇങ്ങ് എന്റെ അടുക്കിലേക്ക് വരിക, ഇങ്ങ് കൊണ്ടുവരിക. ഹല്ലേലൂയ. ഇന്നത്തെ ദൂത് ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. ചിലതിന്റെ വിഷയത്തെ ദൈവം അങ്ങ് ഏറ്റെടുക്കുമ്പോ ഇങ്ങ് എന്റെ അടുത്തേക്ക് വാ, കർത്താവ് വിളിച്ചാൽ അത് പരിഹരിക്കാനാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് ചിലതിന്റെ വിഷയത്തെ ഒന്ന് ഏറ്റെടുക്കാൻ പോകുക. ദൈവം ചില വിഷയത്തിൽ നിന്ന് പരിഹാരത്തെ അയക്കുകയാണ്. പക്ഷെ ഒറ്റക്കാര്യം, ആരുടെ വിഷയത്തിനാണ്? മക്കളെന്ന അവകാശത്തോട് അപ്പന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവന്റെ വിഷയത്തെ ദൈവം കൈകാര്യം ചെയ്യും. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തില് 34-36 വാക്യങ്ങളിൽ ഈ ലോകാവസാനം, ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കും, യെരൂശലേം ദേവാലയത്തിന് എന്ത് സംഭവിക്കും, എന്താണ് ഇനി വരാൻ പോകുന്ന സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് യേശു അതിന്റെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞൊരു കാര്യമാണ് ലൂക്കോസ് 21:34. 33 തൊട്ട് വായിച്ചോ. ലൂക്കോസ് 21:33. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ കർത്താവ് പറയാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറത്തില്ലെന്ന്.
എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ആകാശം മാറാം, ഭൂമി മാറാം, മഴ പെയ്യാം, വെയിൽ വരാം, ഈ ഭൂമിക്ക് എന്തെങ്കിലുമൊക്കെ കുലുക്കം സംഭവിച്ചാൽ കാര്യങ്ങളെല്ലാം മാറി മറിയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കോ വചനങ്ങൾക്കോ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. എന്തൊക്കെ മാറിയാലും ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല. എന്നിട്ടൊരു കാര്യം പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ അന്ത്യകാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം മനുഷ്യൻ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനങ്ങൾക്കോ വാഗ്ദത്തങ്ങൾക്കോ എന്തില്ല? മാറ്റമില്ല. അടുത്തത് 34. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ പലതിന്റെ അകത്ത് കുടുങ്ങി പോകാതെ അത് കെണി പോലെ നിങ്ങൾക്ക് വരാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. പകരം എന്ത് ചെയ്യണം? 36. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ, ചിലതിനൊക്കെ നീ ഒഴിഞ്ഞു പോകാൻ, മനുഷ്യത്വത്തിന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ വരുന്ന ചിലത് കെണി പോലെ വരാതിരിപ്പാൻ, ചിലതിനൊക്കെ നീ ഒഴിഞ്ഞു മാറിപ്പോകാൻ നിന്നോട് ദൈവം ആവശ്യപ്പെടുന്നു. നീ പ്രാർത്ഥിക്കുന്നവനായി മാറുക. പല ലോകത്തിന്റെ അനുഭവത്തിൽ കുടുങ്ങി പോകരുത്. നമുക്ക് ഉപജീവനം വേണം, നല്ല കാര്യമാണ്. പക്ഷെ ഇതിനെല്ലാം ഓവറായിട്ട് അതിന്റെ അകത്ത് ചിന്തക്കകത്ത് കയറി ആ ലോകത്തിന്റെ അനുഭവങ്ങളിലേക്ക് പോയി ദൈവത്തെ മറന്ന് നിനക്കത് ലാസ്റ്റ് കെണി പോലായി തീരരുത്. നീ കെണിക്കകത്ത് വീഴാതിരിപ്പാൻ, ചിലതൊക്കെ ഇന്ന് നീ ഒഴിഞ്ഞു മാറിപ്പോകാൻ നീ പ്രാർത്ഥിക്കുന്നവനായി തീരുക. അതിന്റെ അർത്ഥം എന്താ? പ്രാർത്ഥിക്കുന്നവനെ കെണിന്ന് ദൈവം വിടുവിക്കും. പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ ഒഴിഞ്ഞു മാറിപ്പോകേണ്ടവനെ ദൈവം ഒഴിച്ചു മാറ്റിവിടും. എന്തോ പരിശുദ്ധമ പറയുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ ഞായറാഴ്ച നിന്നുകൊണ്ട് ദൈവം പറയുന്നു, എവിടേക്കോ ദൈവം ചിലത് പ്രാർത്ഥിച്ചാൽ ഒഴിച്ചു മാറ്റിവിടും ദൈവം. അന്ത്യകാലത്ത് പല സംഭവങ്ങളും ഉണ്ടാകും, പക്ഷെ കർത്താവിന്റെ വചനത്തിന് മാറ്റമില്ല. അന്ത്യകാലത്ത് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. നമ്മൾ ഏറ്റവും പ്രത്യാശിക്കുന്ന എന്തുവാ? കർത്താവിന്റെ വരവ്, അല്ലെങ്കിൽ കർത്താവത്തുള്ള നിത്യതയുടെ അനുഭവം. ഇവിടെ ചുരുക്കോ ഏറ്റവും കൂടുതൽ അവിടെ. ഇവിടുത്തെ താമസം ചുരുക്കോ ഏറ്റവും കൂടുതൽ എവിടാ? കർത്താവത്തൊരു വാസമാണ് ഏറ്റവും വലുത്. 70, 80, 90, 100, 110 നമുക്കറിയില്ല. ദൈവം ആയുസ്സും ആരോഗ്യം ബലവും ഒക്കെ തരുന്ന പലരും ജീവിക്കട്ടെ. നീ 100 വേണ്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചോ, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. 100 പുറത്ത് ഇരിക്കണമെന്ന് പ്രാർത്ഥിച്ചോ, ഒരു കുഴപ്പമില്ല. ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇരുന്നോട്ടെ, ദൈവം തരട്ടെ. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം, അതിനും കോടാനുകോടി വർഷമാണ് എന്റെ കർത്താവൊട്ടുള്ള നിത്യത. ആമേൻ. പക്ഷെ അതിലേക്കുള്ള ചിന്തയും അതിലേക്കുള്ള യാത്രയാണ്. പക്ഷെ പലതിന്റെ അകത്ത് നീ ഇവിടെ കുടുങ്ങി കെണിക്കകത്ത് വീരല്ലേ? ആ കെണിന്ന് നിന്നെ പുറത്തു വരുന്നതും ചിലതൊക്കെ നിന്നെ ഒഴിച്ചു മാറ്റുന്നതും നീ പ്രാർത്ഥിക്കുന്നവനായി മാറുക. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇന്ന് വായിച്ചായിരുന്നു. പരീശനെ പോലെ, അല്ലെങ്കിൽ ചുങ്കക്കാരനും പരീശനും അവനെ പോലെ പ്രാർത്ഥിക്കുക. തന്നെത്താൻ താഴ്ത്തി സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. കുറവുകളൊക്കെ നമുക്കുണ്ടായിരിക്കും, പക്ഷേ ഉള്ളിലെ അഹങ്കാരത്തെ ഉടച്ചു മാറ്റി, കർത്താവെ മുഖത്തോട്ട് പോലെ എനിക്ക് നോക്കാൻ പറ്റത്തില്ല, ഒത്തിരി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് താഴ്ത്തി സമർപ്പിച്ചവനെ ദൈവം അംഗീകരിച്ചു. ഹല്ലേലൂയ. ദൈവം എപ്പോഴും നമ്മുടെ ഉള്ളത്തെ നോക്കുന്നേ. ദൈവം എപ്പോഴും നമ്മുടെ എന്താ നോക്കുന്നേ? ഉള്ളത്തെ നോക്കുന്ന കർത്താവ്. ഉള്ളത്തെ നോക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അതാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 11 പറയുന്നുണ്ട്, നിങ്ങൾ എടുക്കണ്ട മടുത്തു പോകാതെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? മടുത്തു പോകാതെ. നമ്മൾ 18 ഇന്ന് വായിച്ചു, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, ഞങ്ങളെ എന്ത് ചെയ്യണം? യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഒരു മോഡൽ കാണിച്ചു കൊടുത്തു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ പിതാവ്, അത് തന്നെ ചൊല്ലണമെന്നല്ല, അതൊരു മോഡലാണ്. ഇംഗ്ലീഷിൽ കിടപ്പുണ്ട്, മോഡൽ ഓഫ് പ്രയർ. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ പിതാവോട് പ്രാർത്ഥിക്കണം.
നമ്മുടെ ആവശ്യങ്ങൾ പറയണം. ദുഷ്ടന്റെ കെണിയിൽ അകപ്പെടാതിരിപ്പാൻ എന്നെ സംരക്ഷിക്കണമേ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു മോഡൽ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമ്പോൾ ദൈവത്തിന്റെ സന്നിധി നീ വരുമ്പോൾ സ്വർഗത്തിലെ പിതാവ് എന്ന് പറഞ്ഞ് അവന്റെ നാമത്തിന് തക്ക മഹത്വം കയറ്റി സ്തോത്രത്തോടെ ദൈവസന്നിധി വന്ന് ഫിലിപ്പിയർ പറയുന്ന പോലെ നിന്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് വിടുവിക്കണേ എന്ന് പ്രാർത്ഥിച്ച് അന്നുള്ള ആഹാരത്തിന് വേണ്ടി എന്റെ ഉപജീവനങ്ങളെ അനുഗ്രഹിപ്പാൻ നീ പ്രാർത്ഥിപ്പീ. പ്രാർത്ഥനയുടെ മോഡല അത് ഒറ്റ വാക്കുകൊണ്ട് തീരാനല്ല, അത് ഓരോന്ന് എടുത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തണം. ചില അല്പം മിനിറ്റുകളൊന്ന് ദൈവത്തിനെ സ്തോത്രം ചെയ്താൽ അവിടെ തന്നെ പോകും 10, 15, 20 മിനിറ്റുകൾ. കർത്താവ് നിന്റെ തിരുനാമം മഹത്വപ്പെടണമേ. എനിക്ക് വേണ്ടി മരിച്ചല്ലോ, എനിക്ക് വേണ്ടി യാഗമായല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒന്നുമില്ലാത്തപ്പോൾ രക്തം കൊടുത്ത് എന്നെ വിലക്ക് വാങ്ങിയല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. ഒന്നുമില്ലാത്തപ്പോൾ എന്നെ എന്റെ കുടുംബത്തെ 8-ാം മാസം വരെ പോറ്റിയല്ലോ, പുലർത്തിയല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. നന്ദി കരേറ്റുന്നു. സൗഖ്യം തന്നതിനായി സ്തോത്രം പറഞ്ഞു തുടങ്ങിയാൽ തന്നെ മിനിറ്റുകൾ പോകും. എന്നിട്ട് അടുത്ത വാക്കെടുക്കണം. ഓരോന്ന് എടുക്കണം. കർത്താവേ ഹല്ലേലൂയ, ഞങ്ങളുടെ ആവശ്യം എന്റെ കുടുംബത്തിന്റെ, എന്റെ തലമുറയുടെ, എന്റെ ജീവിതത്തിന്റെ, എന്റെ ബിസിനസിന്റെ, എന്റെ വരുമാന മാർഗത്തിന്റെ കർത്താവെ നീ അനുഗ്രഹിക്കണം. നിന്റെ കരത്തിന്റെ പ്രവൃത്തി അനുഗ്രഹിക്കാന്ന് പറഞ്ഞല്ലോ. കർത്താവെ സമ്പത്തുണ്ടാക്കാൻ കൃപ തരുന്ന അങ്ങാണല്ലോ. ദൈവം ബ്ലസ് ചെയ്യണം. കർത്താവെ ചില കടക്കാരോട് കർത്താവെ ക്ഷമിപ്പാനുള്ള കൃപ തരണം. ഞാൻ ക്ഷമിക്കുന്നു, എനിക്ക് കൃപ തരണമേ. പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ. കർത്താവേ ദുഷ്ടന്റെ കെണിയിൽ അകപ്പെടാതെ എന്നെ എന്റെ കുടുംബത്തെ ദൂതന്മാർ കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ. എന്റെ തലമുറ, എന്റെ കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പോയത്, ബിസിനസ് ചെയ്യുന്ന ഭാര്യ, ഭർത്താവ്, തലമുറ, കുടുംബം, നന്മ, ഭാവി ബ്ലസ് ചെയ്യേ. നീ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണൂ. അതാ മോഡൽ ഓഫ് പ്രേയർ, പ്രാർത്ഥനയുടെ മോഡൽ. ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മിനിറ്റുകൾ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. നിങ്ങൾ ആദ്യം ചെന്ന് ദൈവമേ എന്നൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ ജീവിതമൊക്കെ ഇങ്ങനെ ആയെന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് പ്രാർത്ഥന നിർത്തും. ഞാനൊരു കാര്യം പറയാം, പ്രത്യേകിച്ച് ഉപവാസം ഒരു പ്രാക്ടിക്കലൂടെ പറയാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം ഈ നമ്മുടെ ആവലാതി കയറി പറയരുത്. ആവലാതി പറയുമ്പോൾ നമ്മൾ എന്റെ കാര്യമൊക്കെ ഇങ്ങനെ എന്നെ പ്രാർത്ഥിക്കാനേ തോന്നുന്നില്ല. ഒന്ന് സ്റ്റോപ്പ്. ഇനി റൂമിൽ കയറി പ്രാർത്ഥിക്കാതിരിക്കാൻ നേരത്തെ എനിക്ക് ഒരു അന്തരീക്ഷവും കിട്ടുന്നില്ലെങ്കിൽ ഒരു 2 പാട്ടിട്. ആ പാട്ടിന്റെ വർഷിപ്പിന്റെ അവസാനം ആവുമ്പോ തന്നെ നിങ്ങളെ ലയിച്ചു പോകും. അല്പസമയം കർത്താവിനെ സ്തോത്രം ചെയ്തു തുടങ്ങി. ഒരു വാക്ക് കർത്താവിനെ നന്ദി പറ, സ്തുതിക്ക്. വിടുതൽ നൽകിയ കർത്താവിനെ ദൈവത്തെ ദൈവം ഓർത്ത് മഹത്വപ്പെടുത്ത്. എന്നിട്ട് നമുക്കൊരു നിയോഗം ലഭിക്കും, വിഷയങ്ങളെ കേൾപ്പിക്കും. അപ്പൊ ഒരു ആത്മചലനം ഉണ്ടാവും. പ്രാർത്ഥിക്കുന്ന ദൈവാത്മാവ് തന്നെ പറയും. ചിലപ്പോൾ ചിലരെ ശാസിക്കാൻ തോന്നിക്കും. ആത്മനിയോഗത്തോടെ ബലപ്പെടാൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. അതാ മോഡൽ ഓഫ് പ്രയർ. അവിടെ വിജയം നൽകുന്നത്. അല്ലാതെ പോയാൽ നമ്മുടെ ഉള്ളിൽ ഈ ഞെരുക്കം വീണ്ടും ഞെരുങ്ങി നമ്മൾ ഇരിക്കും. ഹല്ലേലൂയ. പിന്നെ ആത്മാവ് നയിക്കുന്ന പോലെ നമ്മൾ ചെയ്തു. ഇപ്പൊ മടുത്തു പോകാതെ പ്രാർത്ഥന. ഇത് പറഞ്ഞ യേശു പറഞ്ഞു, ഒരു സ്നേഹിതൻ തന്റെ ഏറ്റവും അടുത്ത സ്നേഹിന്റെ അടുത്ത് വന്ന് അർദ്ധരാത്രി മുട്ടുക. അയ്യോ മുട്ടുന്നു, എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്താ അറിയാമോ? കാരണം എന്റെ ഒരു സ്നേഹിതൻ എന്റെ വീട്ടിൽ വന്നു. അവന് അർദ്ധരാത്രിക്ക് കൊടുക്കാൻ എന്റെ ഒന്നുമില്ല, എന്റെ തീർന്നു. എന്റെ സ്നേഹിതൻ എന്റെ വീട്ടിൽ വന്നാൽ അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് മുട്ടുക. എനിക്കറിയാം ഏത് അർദ്ധരാത്രിയിലും എവിടൊക്കെ തീർന്നാലും നിന്റെ വീട്ടിൽ തീരത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ മുട്ടുന്നത്. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? ഏത് ഉടച്ചിലും, ഏത് തകർച്ചയിലും, ഏത് അർദ്ധരാത്രിയിലും എല്ലാം കൈവിടുമ്പോഴും കൈവിടാത്ത, ഉറവുകൾ തീരാത്ത, കലവകൾ തീരാത്ത ഒരു നല്ല സ്വർഗത്തിലെ അപ്പനുണ്ട്. ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, ഭൂമിയിലെ സഹായങ്ങൾ വച്ചും ചിലതൊക്കെ നിന്റെ മുമ്പിൽ അടയും, പക്ഷെ സ്വർഗത്തിന്റെ വാതിൽ. കുട്ടി പറയാ, അയ്യോ രാത്രിയായി കഥ അടച്ചു, കൊച്ചിനെ കഷ്ടപ്പെടുത്തി ഉറക്കിയതേ ഉള്ളൂ, ഇതൊക്കെ പൈതങ്ങളും എന്റെ കൂടെ കിടക്കുന്നു, എനിക്ക് എഴുന്നേറ്റ് തരാൻ എഴുന്നേറ്റ പിള്ളേരിറങ്ങും, ബഹളമാവും, നടക്കത്തില്ല. പക്ഷേ ഇവൻ വീണ്ടും ആവശ്യക്കാരനാ. സ്വന്തം വീട്ടിൽ ഒരു ആവശ്യം കണ്ടിട്ട് ഓടി വന്നേക്കുക. വീണ്ടും മുട്ടി. ഇപ്പോൾ ബൈബിളിൽ ഇങ്ങനെ പറയുന്നത്, ഇച്ചിരി കഷ്ടപ്പാടുണ്ടെങ്കിലും നോയെന്ന് പറഞ്ഞാലും മുട്ടുന്നത് സ്നേഹിതനായതുകൊണ്ട് 3 അപ്പമല്ല തിരിച്ചു കൊടുക്കുന്നത്, കതവ് തുറന്ന് വേണ്ടുവോളം.
ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ സ്നേഹിതനെ പോലെ ഇന്ന് പകൽ നീ മടുത്തു പോകാതെ, നീ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതിന് ചില താമസങ്ങൾ കണ്ടെന്ന് വെച്ച് ഒരിക്കലും ഭാരപ്പെടരുത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. 8-ാം മാസവും പാസ്റ്ററെ ചില ദൂതുകൾ കേട്ടു, എന്റെ ജീവിതത്തിൽ നടന്നില്ല. ഭാരപ്പെടരുത്. ചില ദൈവ കുഞ്ഞിനോട് പറയുന്നു, നീ മുട്ടിക്കൊണ്ടിരിക്കേ, യാചിപ്പീ, മുട്ടുവീൻ, എന്നാ നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മടുത്തു പോകാതെ എന്ത് ചെയ്യണം? മടുപ്പ് വരാം, നമ്മൾ പ്രാർത്ഥിക്കണം. കണ്ടില്ലെന്ന് ഭാരപ്പെടരുത്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന് 35 വാക്യം വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം, പ്രാർത്ഥിക്കുന്നവന്റെ വിഷയം ദൈവം എടുക്കും. നമ്മൾ അതാ ഇന്ന് സംസാരിക്കാൻ പോകും. ആത്മ തരുന്ന സമയത്തിനനുസരിച്ച് നിയോഗത്തിൽ സംസാരിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ലൂക്കോസ് 18:35. അവൻ എരിഹോവിന് അടുത്തപ്പോൾ, അതായത് യേശു കർത്താവ് എരിഹോവിനോട് അടുത്തപ്പോൾ, 35 തൊട്ട് കാണിക്കും മോനെ. 18:35 ലൂക്കോസ്. വായിച്ചു. ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇതെന്തെന്ന് അവൻ ചോദിച്ചു. ഒരു കുരുടൻ വഴിയരികിൽ നിന്നിട്ട് ഭിക്ഷയാചിക്കുന്നത്. അന്നത്തെ കാലത്ത് ഭിക്ഷയാചി ആൾക്കാരുള്ളിടത്ത് കൂടുതൽ ഇരിക്കുന്നത്, കാരണം കുറച്ച് നന്മ കിട്ടുമല്ലോ. പക്ഷെ എന്നൊന്നുമില്ലാത്ത ഒരു ആൾക്കൂട്ടവും ബഹളവും കണ്ടപ്പോൾ ഈ കുരുടൻ, വഴിയരികിൽ ഇരിക്കുന്ന ഭിക്ഷയാചിക്കുന്ന കുരുടൻ, 36 കാണിച്ച മോനെ, പുരുഷാരം കടന്നു പോകുന്ന കേട്ടിട്ട് ഇത് എന്തെന്ന് അവന് ചോദിച്ചു. ഇതുവരെ കേൾക്കാത്ത ആരവവും ബഹളവും ആൾക്കൂട്ടവും ഒക്കെ കണ്ടപ്പോ അവൻ ഒരു ചോദ്യം ചോദിച്ചു. ഇത് എന്ത്? അടുത്ത 37. നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്തു. നസ്രയനായ യേശു ഇതുവരെ എന്ത് ചെയ്തു? കടന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ചിലതിനോട് ചോദിക്കുമ്പോ കൂടുതലൊന്നും പറയാൻ അറിയില്ലേലും ഈ കർത്താവിനെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം. ചിലപ്പോ അവന്റെ ജീവിതം തിരിയുന്നത് അതിൻ്റെ അകത്തായിരിക്കും. ഹല്ലേലൂയ. എന്താ എന്ന് ചോദിച്ചു. നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അറിയിച്ചു. ഇനി ശ്രദ്ധിച്ചോണം. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ഇതുവരെ ആൾക്കാർ കടന്നു പോകുമ്പോൾ വിളിച്ച വിളിയല്ല, ആ വിളി ഒന്ന് മാറ്റി വിളിച്ചു. ഇതുവരെ വിളിച്ചെന്താ പറയാ? അയ്യോ, അമ്മ, അപ്പ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തൊക്കെ പേര് വിളിച്ച്, എനിക്ക് എന്തോ തരണം, ചേട്ടാ, ചേച്ചി, എന്തോ തരണം, ധർമ്മം തരണം. പക്ഷെ യേശുവിനെ കുറിച്ച് കേട്ടപ്പോ വിളി ഒന്ന് മാറ്റി പിടിച്ചു. വിളി എന്ത് ചെയ്തു? എന്നും നിലവിളിക്കുന്ന ശൈലി ഒന്ന് മാറ്റി, പകരം ഒരു വിളി വിളിച്ചു. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഏറ്റവും ബൈബിളിലെ സിമ്പിളും ഏറ്റവും പവർഫുൾ പ്രയർ. ചിലപ്പോ ബലഹീനതയെ നമുക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരിക്കും. ചില വേദനയുടെ നടുവിൽ നമുക്ക് ചിലപ്പോ എന്നും പ്രാർത്ഥിക്കുന്ന പോലെ വാക്കുകൾ വരത്തില്ല. സ്വാഭാവികമാണ്. എല്ലാവർക്കും, എനിക്കായാലും നിങ്ങൾക്കായാലും ആർക്കും അത് വരണമെന്നില്ല. പക്ഷെ ഏത് കണ്ണുനീരിലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒറ്റ പ്രാർത്ഥന, അപ്പാ കരുണ തോന്നണമേ. ഹല്ലേലൂയ. കർത്താവ്, എന്റെ കുഞ്ഞാണ്, കരുണ തോന്നണമേ. എന്റെ കുടുംബമാണ്, കരുണ തോന്നണമേ. ചില പോരായ്മകളുണ്ട്, കർത്താവേ കരുണ തോന്നണമേ. ഹല്ലേലൂയ. ഒറ്റ വിളി, കർത്താവേ കരുണ തോന്നണമേ. അവൻ വിളിച്ചപ്പോൾ ഇച്ചിരി തടസ്സമൊക്കെ നേരിട്ടു. ചിലര് പറഞ്ഞു മിണ്ടാതിരിക്കാനൊക്കെ, ഞാൻ അതിലേക്ക് വരുന്നില്ല. പക്ഷെ അവൻ വീണ്ടും തടസ്സം നേരിട്ടിട്ടും അവൻ വീണ്ടും വിളിച്ചു. 39 വായിച്ചു. മുമ്പേ നടന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. കണ്ടോണം, അവന്റെ ലൈഫ് തിരിയുന്ന പ്രാർത്ഥന, അതിനെയാണ് മുടക്കം വരുത്താൻ ശ്രമിച്ചത്. എങ്കിലും അവൻ വിട്ടില്ല. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണേ എന്ന് പറഞ്ഞ് എപ്പോഴും വിളിച്ച പോലല്ല വിളിച്ച. ഇപ്പൊ വിളി വീണ്ടും കൂട്ടി, ഏറ്റവും അധികം നിലവിളിച്ചു. തടസ്സം നിൽക്കുമ്പോ കുറച്ചുകൂടെ കയറി അങ്ങ് പിടിച്ചോണം ദൈവത്തെ. തടസ്സം നേരിടുമ്പോ കുറച്ചും കൂടെ എന്ത് ചെയ്യണം? സത്യം പറയാം, അവിടാണ് വിടുതൽ നടക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചേ. ഈ ആത്മീയ മർമ്മം, ചില മർമ്മങ്ങളുണ്ട്. ആത്മീയ മർമ്മം ഈ ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഈ തടസ്സം നേരിടുമ്പോ ചിലര് ചിന്തിക്കുന്നത് എന്റെ കാര്യം മൊത്തം കുഴപ്പക്കേടാന്നാണ്.
തടസ്സം നേരിടുമ്പോൾ മനസ്സിലായിക്കണം, നിന്റെ വിടുതൽ ഏറ്റവും അടുത്ത് വരാറായി. നിന്റെ ലൈഫ് മാറുന്നതാണ് ഈ തടസ്സം. അതെന്താണെന്നറിയാമോ? ദൈവം നിയോഗമല്ലാത്തതിനെ ആത്മാവ് പറഞ്ഞ് തടസ്സപ്പെടുത്തും, അത് വേറെ. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് എപ്പോഴും അറിയാവുന്നൊരു സംഭവം, ഈ ഹല്ലേലൂയ, സക്കായി യേശുവിനെ കാണാൻ എന്ത് ചെയ്തു? ഇറങ്ങി. കാശൊക്കെ ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാൽ യേശു എങ്ങനെയുള്ളവനൊന്ന് ഹൈറ്റും വെയിറ്റും മോഹമൊക്കെ ഒന്ന് കാണാത്ത ഇത്രയും ആൾക്കാർ പറഞ്ഞില്ല, ഒന്ന് കാണാൻ ഇറങ്ങി തിരിച്ചു. അവൻ ആദ്യം കാണാൻ പറ്റിയോ? പറ്റിയില്ല. പക്ഷേ അവന് വേണേ തിരിച്ചു പോയില്ല. അവൻ നോക്കിയപ്പം ഫ്രണ്ടിൽ നല്ലൊരു കാട്ടത്തിമരമുണ്ട്, അങ്ങോട്ട് ഓടാം. ഇവരെല്ലാം ഇങ്ങോട്ട് വരുന്നേ ഉള്ളല്ലോ. ആളി കുറുകിയവനാ. ഇങ്ങനെ എത്തി നോക്കിയാലും ജനക്കൂട്ട് നടക്കി യേശുവിനെ കാണത്തില്ല. നേരെ ഓടി കാട്ടത്തിമരത്തിന്റെ മണ്ടേ കയറി നിന്നിട്ട് യേശുവിനെ ഒന്ന് നോക്കാമല്ലോ, അത്രേ ഉള്ളൂ. ഒന്ന് കണ്ടാൽ മതി, വലിയ ഇതൊന്നും ഇല്ല, ഒന്ന് കണ്ടാൽ മതി. കാണാൻ നോക്കിയത്. പക്ഷെ തടസ്സം നേരിട്ടിട്ടും അടുത്ത സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നീ കാണാത്തൊരു വിടുതലാണ്. ഒന്ന് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചതാ, പക്ഷെ അവിടെയും പറയുന്നു കർത്താവ് നിന്നു, ഇറങ്ങി വരാൻ പറഞ്ഞു. അന്ന് അവന്റെ വീട്ടിലാക്കാ കർത്താവ് വന്നത്. അവന്റെ കുടുംബത്തിന് രക്ഷ വന്നു, അവന്റെ ജീവിതം ദൈവം മാറ്റിച്ചു. ഒന്ന് കാണാൻ ആഗ്രഹിച്ചതാ, പക്ഷെ അവന്റെ കുടുംബത്തിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ചില തടസ്സം എന്താണെന്നറിയാമോ? നിന്റെ വീട്ടിൽ ഇതുവരെ നടക്കാത്തൊരു വിടുതലിന്റെ സമയമായി. ഇതുവരെ കേറാത്ത ദൈവപ്രവൃത്തി വന്നു കയറാൻ സമയമായി. ഇതുവരെ വരാത്ത രക്ഷ വരാൻ സമയമായി. ഒന്ന് കരമടിച്ച് കർത്താവിന്റെ മഹത്വം കയറ്റിയേ. തടസ്സങ്ങളുടെ മധ്യത്തിൽ നീ പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ മഹത്വം കാണൂ. അവൻ വിട്ടില്ല. അവൻ നിലവിളിച്ചപ്പോഴാണ് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുന്നത്. യേശു 40 യേശു നിന്നു. ഉറക്കെ പറ, നിന്നു. യേശു നിന്നു. യാത്രയായ യേശു നിന്നു. ആരുടെ മുമ്പിൽ? ഒരു പ്രാർത്ഥനയുടെ മുമ്പിൽ കർത്താവ് നിന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവവചനോട് പറയുന്നു, കർത്താവ് നിന്ന് ചില പ്രവൃത്തിക്ക് സമയമാകാൻ പോയാ യേശുവിന്റെ നാമത്തിൽ നിന്നിട്ട് കർത്താവ് പറയുന്നു, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. ഹല്ലേലൂയ. ഇനി ആ വിഷയം ഞാനൊന്ന് ഏറ്റെടുക്കാൻ പോവുക. ഈ ഉപവാസ പ്രാർത്ഥനകൾ ദൈവ കുഞ്ഞുങ്ങളോട് പറയുന്നു, ഈ മാസം ഈ ആണ്ട് തീരും മുമ്പ് നിന്റെ ചില വിഷയങ്ങൾ ദൈവം ഒന്ന് ഏറ്റെടുക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിൽ കർത്താവ് നിന്ന് ചിലത് കൽപ്പിക്കാൻ പോവുകയാണ്, ചിലത് പ്രവർത്തിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ഇന്ന് പകൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. നിന്റെ കുടുംബത്തിന്റെ മീതെ ദൈവം ശ്രദ്ധിക്കാൻ പോവുകയാണ്. നിന്റെ വിഷയത്തെ എന്റെ കരങ്ങളിലേക്ക് തരാം, ഇനി ഞാൻ അത് ഏറ്റെടുക്കാൻ പോവുകയാണ്. വിടുതൽ ശ്രദ്ധിച്ചോളാം. പെട്ടെന്ന് വായിച്ചത്. അവൻ അടുക്ക വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്യണോ ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണമെന്ന്. വേറൊന്നും വേണ്ട, എനിക്ക് കാഴ്ച കിട്ടണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇനി പ്രാർത്ഥിച്ചിന്റെ അടുത്ത വിടുതൽ ശ്രദ്ധിച്ചോ. യേശു നിന്ന് വിഷയം ഏറ്റെടുത്തതിനായി 43 ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. സ്വാഭാവികം, യേശുവിന്റെ ഇടയ്ക്ക് ഒന്ന് കാഴ്ച കിട്ടുന്നത് സ്വാഭാവികം. കാഴ്ച കിട്ടി. ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ഇപ്പൊ ആ യെരിഹോവിന്റെ വഴിയരികിൽ അവൻ അവിടെ ഉണ്ടോ? ഇല്ല. വഴിയരികിൽ നാളുകളായി ഭിക്ഷക്കാരനായി ഒരേ അവസ്ഥയിൽ കിടന്നതാ. ഇപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ദൈവത്തെ അനുഗമിച്ചു. അവൻ കിടന്ന അവസ്ഥ ദൈവം മാറ്റിക്കൊടുത്തു. നാളുകളായി നീ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നിനക്കൊരു യാത്ര, നിനക്കൊരു മുന്നേറ്റം, നിനക്കൊരു എഴുന്നേൽപ്പ്, നിനക്കൊരു മുന്നേറ്റം എന്റെ ദൈവം ചെയ്യാൻ പോവുകയാണ്. ദൈവം നിന്റെ വിഷയത്തെ ഏറ്റെടുക്കുമ്പോ പ്രാർത്ഥന അവസ്ഥയെ മാറ്റും. ഉറക്കെ പറ, പ്രാർത്ഥന അവസ്ഥയെ മാറ്റും.
അവസ്ഥയെ മാറ്റും. അവൻ നിലവിളി മുമ്പിൽ കർത്താവ് നിന്നിട്ട് പറഞ്ഞു അവന്റെ വിഷയം ഇങ്ങോട്ട് ഇതാ, ഇനി അവൻ അവിടെ കിടക്കത്തിൽ അവൻ എഴുന്നേക്കും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ചിലനോട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഞാൻ ഇവിടെ നിന്ന് വീണ്ടും പ്രഖ്യാപിക്കുന്നു, ഇനിയും ചില യാത്രകൾക്കായി റെഡി ആയിക്കോ. ദൈവം നിന്റെ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ചില കുടുംബങ്ങൾക്ക് ഒരു എഴുന്നേൽപ്പ് തരാൻ പോകുക. ചിലതിന് കിടന്ന അവസ്ഥ ഒരു യാത്ര ദൈവം തരാൻ പോകുക. ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് നീ എന്നെ അനുഗ്രഹിക്കണം. എന്റെ അമ്മയുടെ സമയത്തൊക്കെ വ്യസനമാണ് സംഭവിച്ചു, പക്ഷെ നീ ഇപ്പൊ എന്നെ അനുഗ്രഹിക്കണം. എന്നെ പ്രാർത്ഥന എന്നറിയാമോ? ഞാനൊരു കാര്യം പറയാം, ഇതുവരെയുള്ള നമ്മുടെ സാഹചര്യത്തെ മറന്നേക്കും. ഒത്തിരി പരാതി നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ടായി, അത് വിട്ടുകള. കർത്താവ് നീ എന്നെ അനുഗ്രഹിക്കും, നിന്റെ കൈ എന്നോട് കൂടിയിരിക്കണം. ഇനി എനിക്ക് അനന്തം വ്യസനകരമാകരുത്. എന്റെ ഞെരുക്കുന്ന അവസ്ഥ മാറി എന്റെ ആതിരുകൾ വിശാലമാകണം. എന്റെ അതിര് വിശാലമാകണം. ഇനി അനത്ത എനിക്കും എന്റെ കുടുംബത്തിനും വ്യസനമാകരുത്. നീ എന്നെ ബ്ലസ് ചെയ്തേ പറ്റൂ. ഇതുവരെ എന്തോ ഒരു തിന്മയുടെ കരം ഞങ്ങളുടെ കുടുംബത്തിന്റെ മീതെയുണ്ട്, പക്ഷെ നീ എന്നെ അനുഗ്രഹം. ബൈബിൾ പറയുന്നു, അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകി. ഹല്ലേലൂയ. നീ എന്നെ അനുഗ്രഹിക്കണം, എന്റെ അതിരുകളെ വിശാലമാക്കണം, നിന്റെ കൈ എന്നോടിരിക്കണം. ഇനി അനർത്ഥം വ്യസന കാരണമാകാതെ വണ്ണം നീ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഇപ്പൊ അവന്റെ അവസ്ഥ മാറി. ഇനി വ്യസനപുത്രനല്ല, വിശാലപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടവനെന്നാണ്. വ്യസനപുത്രനെ അനുഗ്രഹിക്കപ്പെട്ട പുത്രനാക്കി മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. എന്തൊക്കെയോ ചില കുടുംബങ്ങളിൽ നീ കരയുന്ന ചില വിഷയത്തെ അനുഗ്രഹത്തിന്റെ താഴ്വരയാക്കി. ബാക്കായുടെ കണ്ണുനീരിന്റെ താഴ്വരയെ അനുഗ്രഹത്തിന്റെ ജയത്തിന്റെ ബറാക്ക താഴ്വരയാക്കി മാറ്റുന്ന ദൈവം നിന്റെ ജീവിതത്തിലും അത് ചെയ്യും. സങ്കീർത്തനം 107, 28, 29, 30. അവർ തങ്ങളുടെ കഷ്ടതയിൽ സ്ക്രീനിലൂടെ കാണിച്ച് Psalms 107, 28, 30. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, 29. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. ഈ പ്രാർത്ഥനയുടെ മുമ്പിൽ കൊടുങ്കാറ്റിനെ ദൈവം എന്ത് ചെയ്തു? ശാന്തമാക്കി. അപ്പൊ പ്രാർത്ഥനയുടെ ശക്തി എന്താ അറിയാം? ചില കൊടുങ്കാറ്റിനെ ദൈവം എന്ത് ചെയ്യും? ശാന്തമാക്കും. ഈ ദിവസങ്ങളുടെ പ്രാർത്ഥനയിൽ ചിലത് ശാന്തമാകും. നിന്റെ കൂടാരത്തിന് നേരെ അടിക്കുന്ന ഈശാനമൂലെന്ന, നിന്റെ യാത്രയെ തടയുന്ന, നിന്റെ ജീവിതത്തെ തടയുന്ന, നിന്റെ നന്മയെ തടയുന്ന, അസമാധാനം കൊണ്ടെത്തിക്കുന്ന, കുടുംബത്തിന്റെ അകത്ത് കലഹം കൊണ്ടെത്തിക്കുന്ന, ജീവിതത്തിന്റെ അകത്ത് നല്ല ആഴത്തിലൊരു വിടുതൽ ദൈവം ചെയ്യാൻ പോവാ. കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകളെ അടക്കി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഇത് സംഭവിക്കാൻ പോവാ. ശാന്തത വന്നുകൊണ്ട് യാത്ര തിരിച്ച ദൈവജനം സന്തോഷിച്ചു. കൊടുങ്കാറ്റും തിരമാലയും അടങ്ങി. അതുകൊണ്ട് അവൻ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്നെ ഒരു നല്ല ശാന്തതയുടെ തുറമുഖത്ത് എന്റെ ദൈവം എത്തിക്കും. ആർത്തലയുന്ന തിരമാലകളെ അടക്കി, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ അമർച്ച ചെയ്ത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. അവർ അവരുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ചു.